അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ അനുചരന്മാരായ സ്വഹാബത്തും ഏതൊരു ആശയ ആദർശങ്ങളെ മേലിലാണോ ആ ആശയാദർശങ്ങളിൽ നിന്നുപോരുന്നവർക്കാണ് സുന്നികൾ എന്ന് പറയുന്നത്. അത് തന്നെ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു. ആദ്യകാലത്ത് പറയേണ്ട നിർവചനമാണത്. കാലങ്ങൾ പിന്നിട്ട് വന്നപ്പോ നബിത്തങ്ങളും സ്വഹാബത്തും നിലകൊണ്ടുപോകുന്ന വിശ്വാസാചാരങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തിയ രണ്ട് ഇമാമുകളുണ്ട്. അതാരാ? ബഹുമാനപ്പെട്ട അബുൽ ഹസനിൽ അശ്അരി ഒന്ന്, രണ്ട് അബൂ മൻസൂരിൽ മാതുരിദി. ഈ രണ്ട് ഇമാമിങ്ങളാണ്. അതുകൊണ്ട് സുന്നികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇമാമഹ അൽ അശ്അരി വൽ മാതുരിദി വ അത്ബാഉഹുമ. അഹ്ലുസുന്നന്റെ രണ്ട് ഇമാമുകളും അവർ അത്ബായികളും, അവരാണ് യഥാർത്ഥ സുന്നികൾ. അപ്പൊ ആ സുന്നികളായവരാണ് ഈ കൂട്ടത്തിൽ നിന്ന് നല്ലവർ, ശരിയുള്ളവർ. അല്ലാത്തവർ ശരിയല്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾക്ക് എവിടെയാണ് തെറ്റുപറ്റിയത്? ആ തെറ്റുപറ്റിയത് കൊണ്ട് ശരിയിൽ നിന്ന് പോയിരിക്കുന്നു. ഇതാണ് അതിന്റെ മറുപടി. നമ്മൾ ആ ശരിയിലുള്ളവരാണ് എന്നാണ് നമ്മുടെ വിശ്വാസം. നമ്മളെ ആലിമീങ്ങൾ അങ്ങനെയാണ് നമുക്ക് പഠിപ്പിച്ചു പോകുന്നതും. സമസ്ത എന്തിനു വേണ്ടി അതേ സമസ്തന്റെ അതിനെ നട്ടുപിടിപ്പിച്ച രണ്ട് മഹാന്മാര് ആരാ? ഒന്ന് വലിയൊരു ആലിം, മറ്റൊരു വലിയൊരു സയ്യിദ്. പരക്കൽ മുല്ലക്കോത്തങ്ങൾ വലിയ ആലിമാണ്, സയ്യിദാണ്. ഒന്ന് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, AP അഹമ്മദ് കുട്ടി മുസ്ലിയാർ. അന്നത്തെ AP ആണ് അഹമ്മദ് കുട്ടി മുസ്ലിയാർ. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ AP അഹമ്മദ് കുട്ടി മുസ്ലിയാർ. അവര് ഏന്തിയ പതാക അപ്പടി കയ്യിൽ പിടിച്ചുകൊണ്ട് നിന്നത് രണ്ട് പണ്ഡിതന്മാരുള്ള ഒരു സംശയം വേണ്ട. താജുൽ ഉലമ തങ്ങളവകൾ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ സ്ഥാനത്തും AP അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന സുൽത്താനുൽ ഉലമ മഹാനവകൾ AP അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ സ്ഥാനത്തും. ഇദ്ദേഹം വെറുതെ പറയല്ല, വേണമെങ്കിൽ അതുകൂടെ ഞാൻ പറയാതിരിക്കാൻ വയ്യ. സമസ്തന്റെ നിലപാട് എന്തായിരുന്നു? പുത്തനാശയക്കാർ വന്നപ്പോ അവരെ വേറിട്ട് നിൽക്കാനും അവരുമായി തെർക്കുൽ മുവാലാത്ത് ബന്ധവിച്ഛേദനത്തിനും അന്ന് ഫത്വ കൊടുക്കുകയും പലവട്ടം സമസ്തയുടെ സമ്മേളനത്തിൽ ആ ഫത്വ വിളംബരം ചെയ്യുകയൊക്കെ ചെയ്ത പാരമ്പര്യമാണ് നമുക്കുള്ളത്. അടുത്തത് നമുക്കൊരു മെസ്സേജായിട്ടാണ് കാണുന്നത്. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിൻപറ്റാതെ അവനവന് സാധിക്കുന്നത് മാത്രം സ്വീകരിക്കുകയും അഹ്ലുബൈത്തിന്റെ ഗ്രൂപ്പ് നോക്കി ആദരവും അനാദരവും കാണിക്കുകയും ചെയ്യുന്നവർക്ക് സുന്നി എന്ന് പറയാൻ പറ്റുമോന്നാ. അപ്പൊ ചോദ്യകർത്താവ് ഉദ്ദേശിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത്, റസൂലുള്ളാഹിന്റെ ചര്യ പിൻപറ്റണമെങ്കിൽ തരീഖത്തിൽ ചേരണോ, അത് പറ്റാത്തവരെ പറ്റിയാണ് എന്നാ അയാൾ മനസ്സിലാക്കി വൈവാന്നേ അർത്ഥമുള്ളൂ. തരീഖത്ത് പിൻപറ്റാത്തവനൊന്നും ശരിയായവനല്ല, റസൂലുള്ളാഹിന്റെ ശരിയില്ലാതെ. തരീഖത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അത് നേരത്തെ എനിക്ക് പറയാൻ വേണ്ടിയില്ല. തരീഖത്ത് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ വിചാരിച്ച എല്ലാ നാടന്മാർക്കും കൊടുക്കേണ്ട സംഗതിയല്ല. തരീഖത്തിന് തൈരീഖിന് നിർവചനം തന്നെ എന്താ? തരീഖത്ത് എന്ന അസ്സൈറത്തുൽ മുഖ്തസ്സത്തു ബിസ്സാലികീന ഇലല്ലാഹ്, സാലിക്കീങ്ങളെ കൊണ്ട് മാത്രം പ്രത്യേകമായ ഒരു പ്രയാണം എന്ന രാപ്രയാണം. സൈറത്ത് എന്ന സാറാന്ന രാത്രി നടന്നു. അത് വെളിച്ചൊന്നുമില്ലാതെ രാത്രിയാക്കൽ ഒരു പ്രയാസമുള്ള സാഹസികമായ സംഗതിയല്ലേ. അപ്പൊ തരീഖത്തത്ര എളുപ്പമൊന്നുമല്ല എന്ന് വരുത്താനാണ് സൈറത്ത് അവിടെ ഉപയോഗിക്കുന്നത്. അസ്സൈറത്തുൽ മുഖ്തസ്സത്തു ബിസ്സാലിക്കീൻ, സാലിക്കീങ്ങളെ കൊണ്ട് മാത്രം പ്രത്യേകമായ ഒരു പ്രക്രിയ. അപ്പൊ സാലിക്കീങ്ങൾ അല്ലാത്തവർക്ക് തരീഖത്തില്ല. സാലിക്ക് എന്ന് പറഞ്ഞാൽ വിലായത്തിൽ അവ്വൽ മർത്തബയാണ്. അപ്പൊ വിലായത്തിന്റെ ഒന്നാം മർത്തബയിൽ എത്തിയതിന് ശേഷമേ തരീഖത്ത് സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഏതാണ് ഒന്നാം മർത്തബ? ശരീഅത്ത് പൂർത്തിയാക്കുക. അതാ തരീഖത്തിന്റെ ഒന്നാം മർത്തബ, വിലായത്തിന്റെ ഒന്നാം മർത്തബ. അള്ളാഹു വിലക്കിയ സംഗതിയൊക്കെ ഒഴിവാക്കുക, അള്ളാഹ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എടുക്കുക. ഇത് ചെയ്യുമ്പോഴാണ് തരീഖത്തിന് അവ്വൽ മർത്തബ. ഇത് വാജിബായ സംഗതി പലതും ഒഴിവാക്കുക, ഹറാമായ സംഗതി പലതും ചെയ്യുക. ഞാൻ കുണ്ടോട്ടി പഠിക്കുന്ന കാലത്ത് അവിടെ ഒരു മുരീദുണ്ട്, അയാൾക്ക് പറയലിനെ സോഡൗലിയ എന്നാ. സൗഡൗലിയ എന്ന് പറയാൻ കാരണം അയാൾക്ക് പണി, അയാൾ വലിയ ദാക്കിറ, ഒരു ദിക്കറിനെ മുട്ടി കഴിക്കപ്പോൾ ഉണ്ടാവും. ഇതുണ്ടായപ്പോ ഒരു തരീഖത്ത് തന്നെയായി. ഇത് യഥാർത്ഥത്തിൽ ആദ്യം ഇറങ്ങിയത്
കോഴിക്കോടൊക്കെ അരിച്ചാക്കുമ്പോ എന്റെ ചാക്കിന്റെ എണ്ണത്തിന് പിടിക്കാനാണ് ഇത് ഇറക്കിക്കുന്നത്. ഇതിപ്പോ കാര്യമായിട്ട് ദാക്കിറിന്റെ ഇതിപ്പോ ടിം 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 എന്ന് പറഞ്ഞപ്പോ ദിക്കറായി. ഈ ചങ്ങായി ഇത് മുട്ടിക്കൊണ്ട് ഇങ്ങനെ നടക്കും. എന്താ പണി? സിനിമകളിൽ ചോടക്ക. ഇയാൾ ഒരു മുരീതറ്റ നിങ്ങൾ ചോദിച്ചു നോക്കി കൊണ്ടോട്ടിയിലുള്ള സംഗതി. അയാളിപ്പോ മരിച്ചുപോയി. അയാൾ മരിക്കോളം നൂസാദരീക്കത്തിന്റെ ആളാ. അയാൾക്ക് ജോലി എന്താ? സോഡ വെക്ക. എവിടെ? സിനിമ തിയേറ്ററിൽ. അതുകൊണ്ട് കുട്ടികൾ സോഡ വിലയേറാൻ കാരണം. അങ്ങനത്തെ എന്തും ചെയ്യുന്ന ആൾക്കാർ ഇതിലുണ്ട്. ആര് വന്നാലും തരീക്കത്തിലേക്ക് സ്വാഗതം. അങ്ങനല്ല. തരീക്കത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ വിലായത്തിന്റെ അവ്വയ മർത്തവ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുജദ്ദിദുൽ അൽഫിസ്ഥാനി അഹമ്മദ് ഫാറൂഖ് അസ്സർഹിന്ദി റഹ്മഹുല്ലാഹ് മഹാനവറുകൾ അവിടുത്തെ മക്തൂബാത്തിൽ പറഞ്ഞു, തരീക്കത്ത് എന്ന് പറഞ്ഞാൽ വിലായത്തിന്റെ ഒന്നാം മർത്തബയിൽ നിന്ന് പൂർണ്ണ മർത്തബയിലേക്ക് എത്താനുള്ള ഒരു പണിയാണ്. അതിനാണ് തരീക്കത്ത് എന്ന് പറയാം. അപ്പൊ വിലായത്തിന് ഒന്നാം മർത്തബയിൽ എത്തണം. അതെപ്പോഴാ? അള്ള പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൻ പൂർത്തിയാക്കണം. അതാണ് ശരീഅത്ത് പൂർത്തിയായെങ്കിലേ എന്തുള്ളൂ പറയാൻ കാരണം തരീക്കത്തുള്ളൂ. അപ്പൊ ശരീഅത്ത് പൂർത്തിയാക്കാത്തവർ, ശരീഅത്തിന്റെ നിയമങ്ങളിൽ ഒരുപാട് വൈകല്യം എപ്പോഴും അവന്റെ ജീവിതത്തിലുണ്ട്. അങ്ങനത്തെ ആൾക്ക് തരീക്കത്ത് കൊടുക്കാൻ പാടില്ല. അത് കൊടുക്കൂല. കണ്ടവർക്കൊക്കെ തരീക്കത്ത് കൊടുക്കുന്ന ഷെയ്ഖാണെങ്കിൽ ആ ഷെയ്ഖിന്റെ സൂഉൽ ഖാത്തിമ പ്രതീക്ഷിക്കപ്പെടുന്നതാണ്. അർഹതയില്ലാത്തവർക്ക് തരീക്കത്ത് കൊടുക്കുക. അർഹതയില്ലാത്തവർക്ക് തരീക്കത്ത് കൊടുക്കുന്ന ആളും എന്തായിരിക്കും? യഥാർത്ഥ തരീക്കത്ത് ഉണ്ടാവില്ല. യഥാർത്ഥ തരീക്കത്ത് ഉണ്ടെങ്കിൽ അർഹതയുള്ളവർ കൊടുക്കൂല. ഒന്ന്. ഇനി മറ്റൊന്നും പറ. ഇമാം ഷഹറാനി പറഞ്ഞു, ഒരു തരീക്കത്തിന്റെ അനുയായികൾ വളരെ കൂടുതൽ കണ്ടോ, നീ മനസ്സിലായിക്കോ ആ തരീക്കത്ത് വെച്ചതാണ്. തോനാളുകൾ മനസ്സിലാക്കാൻ കാരണം തോനാളുകൾ അവൻ നഫ്സിന് അനുകൂലമായി അവൻ നിൽക്കുന്നു എന്നതുകൊണ്ടാണ്. ജനങ്ങളുടെ ഇച്ഛക്കനുസരിച്ച് ഈ ശൈഖ് നിൽക്കുന്നതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ജനങ്ങളെ ഇച്ഛക്കെതിരിലാണ് തരീക്കത്തുണ്ടാകുക. ശരീഅത്തിന്റെ ഇച്ഛക്കെതിരില്ല. പിന്നെ തരീക്കത്തിന്റെ കാര്യം പറയണ്ട. തരീക്കത്തിൽ എല്ലാത്തിനും ദുഷ്കാണ്, സൂക്ഷ്മതയാണ്, ഇഹ്തിയാത്താണ്. അപ്പൊ അങ്ങനെ ഒരു കൗലില്ല, അങ്ങനെ ഒരു തീലല്ല എന്നും തരീക്കത്ത് ചോദിക്കാൻ പറ്റില്ല. ശരീഅത്തിലേക്ക് പറ്റും. ശരീഅത്ത് എപ്പോഴും തരീക്കത്ത് എപ്പോഴും അഹദും ബി അഹ്വത, തരീക്കത്തുൻ അഹദും ബി അഹ്വത കൽവറ. അപ്പൊ സൂക്ഷ്മത കൊണ്ട് പിടിച്ചിക്കല. അപ്പൊ വളരെ എന്തായി വരും, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് യക്കായ തരീക്കത്തിലൊക്കെ കുറച്ചാളുകൾ. ഇപ്പോ ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാൻ സയ്യിദ് അലവി തങ്ങൾ, മമ്പുറം തങ്ങൾ തരീക്കത്തെങ്ങാനും അന്ന് ബഹുമാനപ്പെട്ട ആണ്ട് വിളംബരം ചെയ്യുകയാണെങ്കിൽ ആ തരീക്കത്തിൽ പെടാത്ത ഒറ്റ ആളോടുണ്ടാവില്ല. എന്തുകൊണ്ട്? അന്ന് മുജാഹിദില്ല, ജമാഅത്തില്ല, തബ്ലീഗിലില്ല, ഖാദിയനില്ല, ഒന്നുമില്ല. മമ്പുറം തങ്ങൾ ബാബു പറഞ്ഞാൽ കേൾക്കാത്ത ആരുമില്ല. കാഫിരിങ്ങളടക്കം മമ്പുറം തങ്ങൾ പറഞ്ഞാൽ സ്വീകരിക്കുന്ന ആൾക്കാരാ. അപ്പൊ അന്ന് മമ്പുറം തങ്ങൾ ഈ തരീക്കത്ത് എല്ലാവർക്കും കൊടുക്കുകയാണെങ്കിൽ ഈ നാട് മുഴുവൻ മമ്പുറം തരീക്കത്താവും. എന്നാ മമ്പുറത്തെ പാപ്പാന്റെ തരീക്കത്ത് ഇവിടെ സ്വീകരിച്ചവർ എത്ര ആളുണ്ട്? മൂപ്പര കാലത്ത് സ്വീകരിച്ച മുരീദന്മാരായി ഇത്തിഫാക്കാൻ പറയപ്പെടുന്ന രണ്ടാൾക്കാരാണ്. ഒന്ന് ഔക്കായ മുസ്ലിം, ഔക്കോയ ഹല്ലി ഉക്തുബമ്മക്കാലത്തി എന്ന് പറഞ്ഞാൽ ഔക്കായ ഇവിടെ പരപ്പനങ്ങാടി അന്ത്യവിശ്വാസം കൊള്ളുന്ന മഹാൻ. രണ്ടാമത്തെ ഉമർ ഖാദിയാണ്, അമൃത പാപ്പാന്റെ ഒരു മുരീദ് ഉമർ ഖാദിയാണ്. ഈ രണ്ട് മുരീദന്മാരല്ലാതെ ഏതാവിന് മൂന്നാമത്തെ മുരീദ് പറയാൻ? അതൊക്കെ ഖിലാഫ. അവൻ മുരീദ് ആണോ അല്ലേ? അതേ സ്ഥാനത്ത് ഇങ്ങനെ കാറ്റത്തിടാൻ പറ്റിയ ഒന്നാണ് ഈ തരീക്കത്തെങ്കിൽ മമ്പുറത്ത് പാപ്പാന്റെ തരീക്കത്ത് അവൈലപ്പെട്ടാകെ. അപ്പൊ തരീക്കത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. അതിന്റെ കുറഞ്ഞ ആളുകളെ ഉണ്ടാവുള്ളൂ. തോനാളെ കണ്ടാക്കി മനസ്സിലായിക്കോ ആ തരീക്കത്ത് പേശതാണ്. ഷഹറാനി ഇമാം പറഞ്ഞാണ്. ഇർഷാദുസ് സാലിക്കീൻ എന്ന് പറഞ്ഞ കിതാബുണ്ട്. ആ കിതാബിൽ പറയുന്നു തരീക്കത്തിൽ കുറെ ആൾക്കാരുണ്ടായെന്ന് മനസ്സിലായിക്കോ. രണ്ടാമത്തെ ഒന്ന് പറഞ്ഞു, ഖലീഫമാർ തമ്മിൽ പോരടിക്കുന്നുണ്ടെന്ന് മനസ്സിലായിക്കോ. ആ തരീക്കത്ത് ഹക്കല്ല. ഖലീഫമാർ പോരടിക്കാം. ശൈഖ് മരിച്ചതിന് ശേഷം പട്ടികാട് തരീക്കത്ത് അങ്ങനെയല്ലേ? ശരിയെ പരിശോധിച്ച് നോക്കുമ്പോ 3 ഖലീഫമാരുണ്ട്. 3 ആളും അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കാം. വടക്കേ ഭാഗത്ത് 2 ആളുണ്ട്. ഒന്ന് മൂര്യാട് ഷെയ്ഖ് എന്ന് പറഞ്ഞ ഒരു അംശം മുസ്ലിം. ആരാണ്? ഒന്ന്. 2 ചപ്പാരപ്പട കൊണ്ട് ഒരു മുസ്ലിം. മാനന്തേ അയാളാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ ഇവിടെ നമ്മൾ മലപ്പുറം ജില്ലയില്
KM A റഹീം സാഹിബിന്റെ ആ നാട്ടിൽ എന്താ പറയാ, പടിഞ്ഞാറ്റുമുറി, അവിടെയാണ് ഒരു ഖലീഫ. ഇവർ മൂന്നാളും തമ്മിൽ ഒരു സുഖമില്ല. ഒരു രണ്ടാളും ശരിയല്ലെന്നാ ഇയാൾ പറഞ്ഞത്, മനസ്സിലാ? മറ്റേ രണ്ടാളും ശരിയല്ലെന്ന് ആയിപ്പെട്ടവരാ. ഇങ്ങനെ എല്ലാവരും പറഞ്ഞു എന്റേതാണ് ശരി, എനിക്ക് തരീഖത്തൊക്കെ തന്നിട്ടുണ്ട്, ഞാനാണ് ഖലീഫ. അപ്പൊ ഖലീഫന്മാർ തമ്മിൽ ഭയങ്കര വടംവലി. ഒരു ശരിയായ ഷെയ്ഖാണെങ്കിൽ ആ ഷെയ്ഖിന്റെ ഇർഷാദ് കിട്ടിയ ആൾക്കാരുള്ളവരൊക്കെ ഓലെങ്ങനെ തമ്മിൽ ഇങ്ങനെ എന്ത് ചെയ്യാം? അപ്പൊ അതൊക്കെ നടക്കുന്നു. അതൊക്കെ ഈ പൈസ തരീഖത്തിന്റെ ഇടയിലാണ്. ശരീഅത്ത് പണ്ഡിതന്മാർക്ക് തരീഖത്തിനെ കുറിച്ച് പറയാൻ അറിയില്ലെന്നും അതുകൊണ്ട് ഈ അടുത്ത കാലങ്ങളിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പല തരീഖത്തുകൾക്കും എതിരെ തീരുമാനമെടുത്തത് അബദ്ധമാണെന്നും പല തരീഖത്ത് കക്ഷികളും പറയാറുണ്ട്. ഇതിന്റെ പൊരുളെന്ത്? തരീഖത്തുകളെ കുറിച്ച് പറയാൻ ശരീഅത്ത് പഠിച്ചവർക്ക് അധികാരമില്ലെന്നും, പിന്നെ തരീഖത്തിനെ കുറിച്ച് പറഞ്ഞ് തരീഖത്ത് പഠിച്ചോലെ വേണമെന്നുള്ള പറഞ്ഞതിനർത്ഥം അല്ലേ? തരീഖത്തിനെ കുറിച്ച് പറയാൻ ആർക്കും അധികാരമില്ല, ശരീഅത്ത് പണ്ഡിതന്മാർ. ഇതാരെ പറഞ്ഞത്? ആ തീരുമാനം ആരെ തീരുമാനം? എല്ലാവരും പറ്റിയും പറയുന്നത് ശരീഅത്തിന്റെ ഉലമാക്കളാണ്. അതാണ് ശരീഅത്തിന്റെ തീരുമാനം. കാരണം ശരീഅത്തിന്റെ നിയമങ്ങൾ വ്യക്തമാണ്, ലാഹിറാണ്. ആരുടെ മുമ്പിൽ പറയാൻ പറ്റും, ആർക്കും തെളിവ് അവതരിപ്പിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കിതാബുൽ ഫുറൂഖ് എഴുതിയ ഷെയ്ഖ് അഹമ്മദാണ്, 9-ാം നൂറ്റാണ്ടിൽ ജീവിച്ചു മരിച്ചുപോയാളാണ്. മൂപ്പര കിതാബാണ് അൽ ഫുറൂഖ്, കിതാബുൽ ഫുറൂഖ് അല്ല, കിതാബുൽ ഖവായിദ്. ഫുറൂഖ് അല്ല, കിതാബുൽ ഖവായിദ്. ഖവായിദ് തസവ്വുഫ് എന്നാണ് കിതാബിന്റെ പേര്. അതിൽ ഒരു കായിക ബഹുമാനപ്പെട്ടവർ പറയുന്നത് എന്താ? ലൈസ ലിൽ സൂഫി അൻ യഹ്കുമ അലൽ ഫഖീഹ് വലിൽ ഫഖീഹി അൻ യഹ്കുമ അല സൂഫി ലിഅന്നൽ ഫിഖ്ഹ ആമുൻ വത്തസവ്വുഫ് ഖാസുൻ. എന്താ പറഞ്ഞത്? ഫഖീഹായ ആൾക്ക് സൂഫിനെ പറ്റി തീരുമാനമെടുക്കാൻ പറ്റും, സൂഫിക്ക് ഫഖീഹിനെ പറ്റി തീരുമാനമെടുക്കാൻ പറ്റില്ല. കാരണം ഫഖീഹ് പറഞ്ഞ കുല്ലിയായ പൊതു നിയമമാണ്. എന്റെ കാര്യം, ഒരാളെ കാര്യം, മറ്റാളെ കാര്യമല്ല, എല്ലാവരും കൂടിയുള്ള കാര്യം. തസവ്വുഫിനേക്കാൾ മുഖദ്ദം ഏതാണ്? ഫിഖ്ഹാണ്. അപ്പൊ ഒസാലിമ പറഞ്ഞ വാക്കോ അതിനാ ഒസാലി പറഞ്ഞ് കുൻ ആലിമൻ സൂഫിയൻ വലാ തകുൻ സൂഫിയൻ ആലിമൻ. അല്ല, ആലിമല്ല, ഫഖീഹ്. അപ്പൊ ആദ്യം ഫിഖ്ഹ് പഠിക്കുക, അല്ല അങ്ങനെ തസവ്വുഫ് പഠിച്ച ഒരു സൂഫിയായി ഫഖീഹ്. അത് പറ്റൂല. എന്റെ തസവ്വുഫ് ശരിയാകണമെങ്കിലും ഒക്കെ അമൽ ശരിയാണ്. ശരീഅത്തിൽ ആലിമീങ്ങൾ തന്നെ പറയേണ്ടത്. അത് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു വ്യക്തമായി പറയുകയും ചെയ്തിട്ടുണ്ട്. തരീഖത്തിനെ കുറിച്ച് സംശയം ഉണ്ടായാൽ ആ തരീഖത്തിനെ നീ തൂക്കി നോക്കും, തൂക്കി നോക്കും. എന്നിട്ട് തൂക്കൊക്കെ ഉണ്ടോ എന്നാ സംഭവിച്ചു? തൂക്കില്ലേ? ശരീരത്തിന് അത് ബലയത്തുള്ള ഒറ്റമൂലിയാണ്. ഏത് പേച്ച തരീഖത്തിലും പറയും. അത് പറയാനുള്ള അധികാരം അത് നിങ്ങൾക്ക് ഇതിന്റെ ആൾക്കാരാണ്. അപ്പൊ ശരിയല്ല, പിഴച്ചതാണെന്ന് സമസ്ത തീരുമാനത്താണല്ലോ ആലുവ കുന്നത്തേരി തരീഖത്ത്. ഈ തീരുമാനത്തിൽ സമസ്ത ഉലമാക്കൾക്കിടയിൽ വലിയ ഭിന്നിപ്പുണ്ടെന്ന് പലരും പറയുന്നത് കേൾക്കാനിടയായി. ഇത് സത്യമാണോ? നിങ്ങൾ കേട്ടതാണ് ആ പറഞ്ഞത്. ഞാൻ നേരെ ആ സഭയിൽ ഉണ്ടായതാണ്. ഒരാൾക്കും ഒരു എതിരുണ്ടായില്ല. ഞാനതിൽ പങ്കെടുത്ത ആളല്ല, കേട്ടീമ കേട്ട ആളാ ചോദിച്ചത്. അങ്ങനെ ഒരു സംശയെങ്കിലും പറഞ്ഞിട്ടില്ല. ആദ്യം സംശയം പറഞ്ഞു ചിലരൊക്കെ. ഇത് അവസാനം എടുത്ത തീരുമാനം എത്ര കാലങ്ങൾ ഇതുമായി ചർച്ച നടക്കുന്നത്. തീരുമാനം വരുമ്പോഴേ പുറത്തറിയുള്ളൂ. എന്നിട്ട് പറയും എത്ര ലാഘവത്തോടെയാണ് തീരുമാനം എടുത്തത്. അപ്പൊ തീരുമാനം ഇല്ലെങ്കിലും അറിയുള്ളൂ. അതിന്റെ അടുത്ത് നടത്തിയ ചർച്ച എമ്പലോട് ചോദിച്ചാണല്ലോ ചർച്ച നടത്തത്. അല്ല, നമ്മള് കക്കാടിന്റെ തരീഖത്തിനെ പറ്റി തീരുമാനത്തപ്പോ കക്കാടിന്റെ ആൾക്കാരെന്ന് പറഞ്ഞു. എന്ത് എത്ര കാലം സമസ്തന്റെ പ്രവർത്തനത്തിൽ പങ്കായ ആളാ കക്കാട്. അയാളെപ്പറ്റി
തീരുമാനിക്കുമ്പോ ഒരു അപ്പം ചുട്ടെടുക്കണ രാഘവത്തോടെ അങ്ങനെ തീരുമാനിക്കാൻ പറ്റുമോ? ഒരു അന്വേഷണം നടത്തണ്ടേ? സുബ്ഹാന ജല്ല ജലാലു അയാളെ കൂട്ടി അന്വേഷണം 4 or 5 വട്ടം ആദ്യം നടത്തിയിരിക്കണ്. എത്രത്തോളം പറഞ്ഞു? എ പി ഉസ്താദ് പറഞ്ഞ ഒരു സംഗതി, എങ്ങനെയെങ്കിലും നമ്മളിന്ന് ഒരാൾ പോണ്ട. ഉസ്താദ് പറയുമ്പോ പിന്നെ അപ്പടി നമ്മൾ അംഗീകരിക്കും. എന്റെ മനസ്സിൽ അംഗീകരിച്ചില്ല. ഞാൻ ഇപ്പൊ ഉസ്താദ് പറഞ്ഞു, ഉസ്താദ് പറഞ്ഞ ഞാൻ സ്വീകരിക്കാം. എന്റെ മനസ്സ് ബന്ധപ്പെട്ടില്ലായിരുന്നു. എന്താ ഉസ്താദ് പറഞ്ഞത്? കക്കാടെ നമ്മളെല്ലാം കൂടി ഒരു സംസ്ഥയിൽ ഒരു പ്രവർത്തനത്തിൽ ഒരുമിച്ച് പോകുന്നതല്ലേ, നിങ്ങളെപ്പറ്റി നമ്മൾ തീരുമാനം എടുക്കുക, നിങ്ങളാണ് പോവുക, അത് നമുക്ക് സങ്കടമുണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു പഠിച്ച് ഒരു ഇൽമൊക്കെ സമ്പാദിച്ചൊരു ഫൈലിയാണല്ലോ. അപ്പൊ നിങ്ങൾക്കറിയാലോ വിശ്വാസപരമായും കർമ്മപരമായും തെറ്റും അല്ലാത്തതും. അപ്പോ നിങ്ങളെ ഈ ശൈഖിന്റെ തെരീക്കത്തിന് ഒരു തെറ്റുമില്ല എന്നാണ് നിങ്ങളെ വീക്ഷണമെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് നിന്നോളി. പക്ഷെ നിങ്ങൾ ആളുകളതിലേക്ക് കൂട്ടി നിങ്ങൾ അത് പ്രചരണം നടത്തരുത്. പ്രചരണം നമ്മളെ പ്രവർത്തനമായിരിക്കണം. യെസ്വേസിന്റെ പ്രചരണം നടത്തിക്കോളി. ഈ തെരീക്കത്തിന്റെ ദിക്റും സംഗതി നിങ്ങൾ സ്വകാര്യത്തിൽ ചെല്ലിക്കോളി. ഞാൻ പറഞ്ഞു ഉസ്താദെ എനിക്കതിനോട് അഭിപ്രായമില്ല അങ്ങനെ പറഞ്ഞോട്, എന്നാലും ഉസ്താദ് പറഞ്ഞതനുസരിച്ച് ആയിക്കോട്ടെ എന്തില്ല. ഇയാളെടുത്ത പറഞ്ഞു അത് പറ്റൂല പറഞ്ഞു. എന്തുകൊണ്ട്? ഷെയ്ഖിനെ ഏൽപ്പിച്ചിക്കണ എന്നെ ഇന്ത്യയിലെ മുർഷിദായിട്ടാ. അപ്പൊ ഇന്ത്യയിൽ ഇതൊക്കെ എത്തിച്ചു കൊടുക്കേണ്ട ദൗത്യം എനിക്കുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഇനി എന്താ അയാളോട് പറയാൻ? അപ്പൊ ഞാൻ ഉസ്താദിനോട് ഇനിയിപ്പോ കഴിഞ്ഞാലും ഉസ്താദ് ഇനിയിപ്പോ ഒന്നും പറഞ്ഞല്ലോ. അപ്പൊ ഇയാൾ പറഞ്ഞു കഴിഞ്ഞിട്ടൊന്നുമില്ല, എത്ര വിഷയങ്ങൾക്ക് അന്വേഷിക്കാൻ വേണ്ടി നമ്മൾ ആളയക്കലുണ്ട്. എന്താ നിങ്ങൾക്ക് 2 ആളാണ് അയച്ചൂടെ ഇവിടേക്ക് ഈജിപ്തിക്ക് ഈ ഷെയ്ഖിനെ പറ്റി ഒന്ന് അന്വേഷിക്കാന്? അല്ല, അപ്പൊ ഞാൻ ചോദിച്ചു 2 ആളെ ഈജിപ്തിക്ക് പറഞ്ഞേക്കാനുള്ള കാര്യങ്ങൾ ചോദിച്ചു. അപ്പൊ അയാൾ ഒരാൾക്ക് പോകാനേ 30,000 റുപ്യ ഉള്ളൂ, 2 ആൾക്ക് 60,000 റുപ്യ വരും. ഇത് സമസ്ത കൊടുക്കാൻ കഴിയൂലേ? അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ഓരോ വണ്ടി മേലേക്ക് തരാം, അപ്പോഴൊക്കെ 60,000 കൊടുത്ത് 2 ആളെങ്ങനെ പറഞ്ഞേക്കുക ഇതിലാ? അതിന് ഒഴിഞ്ഞ കായിന്റെ അവിടെ അതിന്റെ തൊട്ട് പിറ്റേന്ന് വരും തീജാനി തരീക്കത്ത്, അത് വരും ചെയ്തു. തീജാനി എന്നപ്പോ നമ്മൾ ആൾക്കാരെ അതിന്റെ പിന്നിൽ പോയില്ലേ? അപ്പൊ ഈ തീജാനി തരീക്കത്ത് ഇങ്ങനെ ഓരോരുത്തരും ഓരോ വണ്ടി മേലേക്ക് തരാ, ഇങ്ങനെ അതിനൊക്കെ 60 ഉം 40 ഒക്കെ ഇട്ട് ഇങ്ങനെ ആളെ പറഞ്ഞേക്കുക. ഇതിന് ഒഴിഞ്ഞ കായ് എന്റെ ഇവിടെ വെച്ച് അങ്ങനെയാണ് അവസാനം തീരുമാനം എടുത്തത്. അപ്പൊ ഇതൊക്കെ ഒരുപാട് ചർച്ചയും ശേഷവും ചർച്ചയും ഒക്കെ നടത്തിയിട്ട് ഉസ്താദ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരാള് ഒരു കാരണം കൊണ്ട് പിരിഞ്ഞു പോകുമ്പോ വളരെ അങ്ങേറ്റം നോക്കിയിട്ട് അത് പിച്ചുവിടുള്ളൂ. പെട്ടെന്നാണ് തീരുമാനം എടുക്കൂല. അതൊരു തെറ്റിദ്ധാരണയാണ്. അങ്ങനെയാണ് തീരുമാനം എടുത്തു. അപ്പം ചുട്ടെടുക്കുന്ന ലാഘവത്തോടെ. ഒരിക്കലും അങ്ങനെയല്ല. അത് സമസ്തയെക്കുറിച്ച് ഒരിക്കലും മനസ്സിലാക്കരുത്. അതുകൊണ്ടാണ് പഴയ കാലം മുതൽക്ക് ഇന്നേ വരെ സമസ്ത എടുത്ത തീരുമാനത്തിൽ ഒരു പുനഃചിന്ത നടത്തി അതൊന്ന് രണ്ടാമതൊന്ന് ഇളക്കി തീരുമാനിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല. കാരണം തീരുമാനം എടുക്കുന്ന അത്രയും കഴിഞ്ഞെടുക്കുള്ളൂ. താനൂർ ഭാഗത്ത് ഒരു നൂരിശക്കാരൻ നമ്മുടെ പള്ളിയിൽ മുഅദ്ദിനായി ജോലി ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഇമാം നിൽക്കുന്ന അവസരത്തിൽ തുടർ നിസ്കരിക്കാമോ? പേച്ച തെരീക്കത്തുകാർ, അയാള് അല്ലാത്തതൊന്നും പറഞ്ഞില്ല, തെരീക്കത്തിൽ പേച്ചാലും ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ ഗ്രന്ഥാണ് സിറുൽ അസ്റാർ. അതിന്റെ 23-ാമത്തെ അധ്യായം തെരീക്കത്തിൽ പേച്ച ആൾക്കാരെ കുറിച്ച് പറഞ്ഞ അധ്യായം. അതിൽ ബഹുമാനപ്പെട്ട് പറയുന്നത് തെരീക്കത്തിന്റെ അഹ്ലുത്തറായിക്ക് 12 വിഭാഗമായി തരംതിരിഞ്ഞു. ഒരു കൂട്ടർ മാത്രം അഹ്ലു സുന്നത്തി വൽ ജമാഅ സുന്നികൾ, ബാക്കിയുള്ള 11 കക്ഷികളും തെരീക്കത്തിലൂടെ വിദേഹത്തിൽ പോയ മുബ്തദീങ്ങളാകുന്നു. വിദേഹത്തിന്റെ അയലുകാരോടുള്ള സമീപനം തന്നെ ഇവരോടും സമീപിക്കേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട ശാലിയത്തിന്റെ ഫത്വയും ഉണ്ട്. അപ്പൊ മുബ്തദീങ്ങളെ കൂട്ടത്തിൽപ്പെടാതെ നോക്കുമ്പോ മുബ്തദീങ്ങളോട് നമ്മളെ തീരുമാനം എന്താ? വിദേഹത്തിന്റെ കാഫിറൊന്നും ആയിട്ടില്ല, എന്നാ തുടർന്ന് നിസ്കരിച്ചാൻ പറ്റും, പക്ഷെ ജമാഅത്തിന്റെ കൂലിയോ. അപ്പൊ മുബ്തദീനെ തുടരാതിരിക്കലാണ് വേണ്ടത്. തുടരിൽ കറാഹത്താകുന്നു. ഈ നിയമം കള്ളത്തരീക്കത്തേറെ മേലും ബാധകം തന്നെയാണ്. നൂരിഷയുടെ തെറ്റുകൾ ഉസ്താദ് വിവരിച്ചതുപോലെ ഹാഫിൽ ഹക്കീം എന്ന വ്യക്തികളിൽ ദിക്റും മറ്റു ഇബാദത്തിലും വളരെ വ്യക്തമായ വല്ല തെറ്റുകളും ഉണ്ടോ? ഹാഫിൽ അബ്ദുൽ ഹക്കീം കുരുവട്ടൂര് ഹക്കീം, അവരെ ത്വരീഖത്തിൽ ദിക്റിലോ എന്തെങ്കിലും വലിയ തെറ്റുണ്ടോ? ദിക്ർ തെറ്റുണ്ടോന്ന് ഞാൻ അറിയില്ല. ഞാൻ ദിക്റിൽ കൂടിയേക്കില്ല.
അയാളെ വാദഗതികൾ ഒരുപാട് തെറ്റുണ്ട്. അതാണ് അവൻ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതല്ല അയാൾ പിന്നെ തെരീക്കത്ത് പറഞ്ഞു വന്നിട്ടില്ലല്ലോ, പറയണം. തെരീക്കത്തും പറഞ്ഞില്ല, അയാളെ ദിക്റും സംഗതി കൂടിയാണ്. അപ്പൊ ദിക്റും സംഗതി കൂടെ നമ്മൾ എന്താക്കാത്തത്, അയാളെ സ്വന്തം പഠിപ്പിച്ച ഉസ്താദടക്കം അയാളുടേതായ പ്രവർത്തനങ്ങളില്ല, അയാൾ പറഞ്ഞ കുറെ സംഗതികൾ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത സംഗതികളാണ്. ഉദാഹരണമായി പറഞ്ഞാൽ, അയാൾ മദീനത്ത് ചെന്ന് പറഞ്ഞു ഒരാളല്ല, അവിടെയുള്ള എല്ലാവരും കേട്ടതാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ബടെന്ന് വിചാരിച്ച എല്ലാവരും വരുന്നു, ഇവിടുന്ന് സിയാറത്ത് ചെയ്യണം. യഥാർത്ഥത്തിൽ റൗള ബടല്ല, 1500 അടി താഴെയാണ് സുൽത്താന്റെ റൗള നിലനിൽക്കുന്നത്. അവിടെ എല്ലാവർക്കും പോകാൻ കഴിയില്ല. ഞാൻ പലപ്പോഴും പോയിട്ടുണ്ട്. ഇയാൾ പറഞ്ഞു വന്ന പിന്നെ അയാൾക്കാകെ 20 അല്ലെങ്കിൽ 30 വയസ്സിന്റെ അത്രയേ ഉള്ളൂ. പക്ഷേ 100 ജില്ല ഹജ്ജ് ചെയ്തു അയാൾ പറഞ്ഞു. ഒരു കൊല്ലത്തിൽ എത്ര ഹജ്ജ് അല്ലാഹു അലം, ഞാൻ അത്ര ഹജ്ജ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നുപോലെ അയാൾ ഉസ്താദ് പറഞ്ഞു, ഞാനത് തെറ്റാൻ കാരണം എന്റെ ദർസിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം സെബുക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാൻ ഇയാൾ നീച്ചു ഉസ്താദിനോടൊന്ന് പറയാൻ നീച്ചു. അപ്പൊ അങ്ങനെ ഞാൻ സെബുക്ക് നടത്തുമ്പോ ഒരു കുട്ടി ആണ് നീച്ചായാലും ഒന്ന് പറയാൻ നീച്ചാൽ എനിക്കൊരു ഇൻകാറുണ്ടാവില്ല. അപ്പൊ ഉസ്താദ് ഈ വേറെ കുട്ടീനോട് പറഞ്ഞിട്ട് ഒഴിവാക്കാറുണ്ട്. ആ കുട്ടി ആ ഉസ്താദ് കൂടെ എൻ്റെ അടുത്ത് വന്നത്. ഈ ഉസ്താദ് പറഞ്ഞേനെ ഞാൻ ഇവനെ പറഞ്ഞയച്ചു. ഇവൻ ചെന്ന് നോക്കുമ്പോ അയാൾ പോച്ച് കിടക്കുക. അപ്പൊ ഇപ്പം വന്നോട് പറഞ്ഞു കിടക്കാണ്, എന്തെങ്കിലും വല്ല അസുഖം എന്തെങ്കിലും തോന്നിയേക്കും, അപ്പൊ പോയതാവുന്ന മുപ്പത് കരുതേ അതിനതങ്ങനെ കഴിഞ്ഞിരുന്നു. പിന്നെ ഇയാൾ ആ സംശയം തീർത്തു കൊടുക്കാൻ വേണ്ടി കുട്ടീനോട് പറഞ്ഞു, ഞാനേ പെട്ടെന്ന് നീച്ചെന്ന പുസ്തകത്തിന് വിഷമമുണ്ടായിട്ടുണ്ടാവും, ഞാൻ നീച്ചാൻ കാരണം മുഹീദ്ദീൻ ശൈഖ് വന്നാണ്ട് ബഗ്ദാദിക്ക് പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. ഇയാളോട് ബഗ്ദാദിക്ക് പെട്ടെന്ന് എത്തണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് ബഗ്ദാദ് പോയതെന്ന് പറഞ്ഞു. അപ്പൊ ഈ കുട്ടിയാണ് ഞാൻ വന്നോക്കും നിങ്ങൾ പോച്ച് കിടക്കല്ലേന്ന്. പിന്നെ ബഗ്ദാദിലെ ഞാൻ എത്തണം. അപ്പൊ അവരോട് പറഞ്ഞു, നിങ്ങളെ ബഗ്ദാദില് പിന്നെ ഞാൻ പോയി എന്ന് പറഞ്ഞാൽ റൂഹായിട്ട് പോയതാ, ജസദ് ഇവിടെ തന്നെയായിരുന്നു. മനസ്സിലായി പറഞ്ഞ് ബഗ്ദാദിലേക്ക് ഞാൻ പോയപ്പോൾ ജസദ് പെട്ടുകൊണ്ട് റൂഹായിട്ട് പോയതാണ്. ഇങ്ങനെ തുടങ്ങി കേൾക്കാൻ കഴിയാത്ത ഒരുപാട് സംഗതി. പിന്നെ കുരുവട്ടൂർ ഹക്കീം നാട്ടുകാരനാണ്, ഞാൻ SYSന്റെ പ്രവർത്തകനാണ്. എന്നാൽ ഹാഫിൽ പറയുന്നത് AP ഉസ്താദ് എന്നെ ഇപ്പോഴും വിളിക്കാറുണ്ട് എന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ പ്രവർത്തകർ ആശങ്കയിലാണ്. അത് അയാൾ പറഞ്ഞ് പൊള്ളാക്കാനേ നിവൃത്തിയുള്ളൂ. കാരണം മുസാവറാങ്ങളും മുഴുവൻ AP ഉസ്താദ് ഉള്ളറിയില്ല. AP ഉസ്താദിനോട് ഇത് നമ്മൾ നേരെ പറഞ്ഞു. അപ്പൊ ഉസ്താദ് പറഞ്ഞത്, അങ്ങനെ ഞാൻ പറയണമെങ്കിൽ ഈ മുസാവറാംഗങ്ങളൊക്കെ ഞാൻ വഞ്ചിക്കണ്ടേന്നാണ് ഉസ്താദ് ചോദിച്ചത്. ഈ കണ്ട മുസാവറാംഗങ്ങളും വഞ്ചിച്ചു കൊണ്ടുവേണ്ടേ ഞാൻ പറയാൻ? അപ്പൊ ഉസ്താദിനെ കുറിച്ച് വിശ്വാസമില്ലാത്തല്ലേ പറഞ്ഞുണ്ടാക്കുന്നത്? ഒന്നുകിൽ അയാൾ പറഞ്ഞുണ്ടാക്കിയത്, അല്ലെങ്കിൽ അയാൾ അങ്ങനെ പറഞ്ഞേക്കണേ അത് പോകുള്ളൂ. ഉസ്താദ് ഒരിക്കലും അങ്ങനെ ചെയ്യൂല. മുസാവറാംഗങ്ങളെ എല്ലാരെയും കൂട്ടിയിട്ട് ഞാനല്ലെങ്കിലേ ഒരു തരീക്കത്തിന് എതിരേരനാണ് എന്ന നിലക്ക് ഞാൻ തന്നെ തീരുമാനിച്ചു, അതിൽ ഞാൻ കൂടണ്ടാണ്. തീരുമാന പ്രഖ്യാപന നേരത്തല്ല, അതിന്റെ മുമ്പ് സ്വകാര്യമായിട്ട് ഈ വിഷയങ്ങളെല്ലാം കൂടി വന്ന് ഏതായപ്പോ സുലൈമാൻ ഉസ്താദ്, ബാവുസ്താദ്, ഉസ്താദിനൊന്നും ഇത്ര പ്രശ്നമായിട്ടില്ല. പിന്നെ ബഹുമാനപ്പെട്ട N അലി മുസ്ലിയാർ, പിന്നെ കൊമ്പം മുഹമ്മദ് മുസ്ലിയാർ, കോട്ടൂർ ഉസ്താദ്, ഇവരെല്ലാം കൂട്ടി വിളിച്ച് അന്ന് സുബഹിക്ക്, അന്ന് 10 മണിക്കാ മുസാവർ നടക്കുന്നത്. ഞാൻ മുസാവർക്ക് പോയി, മുസാവർക്ക് പോയുള്ളൂ. രാവിലത്തിന് ഞാൻ പോയില്ല. എന്നോട് ഇവരെന്നെ പറഞ്ഞു, സുലൈമാൻ ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ വരണ്ട, കാരണം നിങ്ങൾ പിന്നെ അല്ലെങ്കിലേ ഇതിന് എതിരേരനായതുകൊണ്ട് നിങ്ങൾ വരണ്ട, ഞങ്ങളെല്ലാം കൂടി പോട്ടെ. എന്നിട്ട് ഉസ്താദ് സംസാരിച്ച്, അങ്ങനെ സംസാരിച്ച് ഉസ്താദും കൂടിയിട്ട് ഇത്തിഫാഖ് നൽകെടുത്ത തീരുമാനം, അതിന്റെ പേരിൽ ഇവിടെ കുഴപ്പമുണ്ടാകണ്ട. ഈ നിലക്ക് ഉസ്താദിനടുത്തൊരു തീരുമാനത്തെ കുറിച്ച് പിന്നീട് പറയാം. ഉസ്താദിന് അതിന് അഭിപ്രായമൊന്നുമില്ല. അബ്ബരെ കൂടി പേടിച്ചിട്ടേ, നമ്മളെ പേടിച്ചിട്ടേ ഉസ്താദിനെ ഇനിയും പേരോണൊക്കെ വലിയ പേടിയാ. ഓരോ തരീക്കത്തിന് സ്വന്തം ഓരോ ക്ലാസ് അഭിപ്രായം മുഴുവനേ ഉള്ളൂ. ഞാൻ ഓരോ ഉദാഹരണം പറഞ്ഞുള്ളൂ. അത് അവരല്ല, എല്ലാ തരീക്കത്തോടും ഞങ്ങളെപ്പറ്റി ഇങ്ങനെ തീരുമാനിച്ചെന്ന് ആരും പറയില്ല. ഇല്ല, അത് അവരും പറയേണ്ട, അല്ലാത്തവരും അങ്ങനെ തന്നെ പറയേണ്ടത്. ഞങ്ങളെ പറ്റി അങ്ങനെ തീരുമാനമില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, AP ഉസ്താദ് എനിക്ക് എപ്പോഴും വിളിക്കലുണ്ട്. മുസ്ലിം ഏക ഇലാഹായ
അള്ളാഹുവിൽ വിശ്വസിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിനല്ലാതെ ആരാധന ചെയ്യാൻ പാടില്ല, അവനല്ലാതെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല, ഇബാദത്തിന് അർഹനായി അള്ളാഹു അല്ലാതെ മറ്റ് ഒന്നും ഇല്ല എന്ന ഈ കലിമത്തു തൗഹീദ് ഉച്ചത്തിൽ പറയുകയും നാവുകൊണ്ട് ഉച്ചത്തിൽ പറയുകയും ഹൃദയത്തിൽ വിശ്വസിക്കുകയും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ രൂഢമൂലമായി കിടക്കുകയും ചെയ്യുന്നവരാണ് സുന്നികൾ. അവരുടെ രക്തത്തിലും മജ്ജയിലും മാംസത്തിലും എല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദാണ്. അല്ലാഹുവിനല്ലാതെ ഒന്നും കഴിയില്ല, അള്ളാഹുവിന്റെ ഖുദ്റത്ത് കൂടാതെ ഈ കൈവിരൽ ഇങ്ങനെ പൊക്കിപ്പിടിക്കാൻ കഴിയില്ല, അത് താഴോട്ട് മടക്കാൻ കഴിയില്ല. അള്ളാഹുവിനല്ലാതെ അള്ളാഹുവിന്റെ ഖുദ്റത്ത് കൂടാതെ ഒരക്ഷരം ശബ്ദിക്കാൻ നമുക്ക് സാധിക്കില്ല. അള്ളാഹുവിന്റെ ഖുദ്റത്ത് കൂടാതെ കണ്ടു തിരുമ്പാനും മടക്കാനും കഴിയില്ല. അള്ളാഹുവിന്റെ ഖുദ്റത്ത് കൂടാതെ നമുക്ക് നടക്കാനും ഇരിക്കാനും കഴിയില്ല. അങ്ങനെ അല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ, നിങ്ങളെയും നിങ്ങളെ പ്രവർത്തനത്തെയും പടച്ചവൻ അല്ലാഹു ആണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നിങ്ങളെ പടച്ചത്. നിങ്ങളുടെ അനക്കത്തെയും മടക്കത്തെയും പടക്കുന്നവൻ അല്ലാഹുവാണ്. നിങ്ങളുടെ പ്രവർത്തനം അല്ലാഹുവാണ് പടക്കുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവിന്റെ ഖുദ്റത്ത് കൂടാതെ, അവൻ തരുന്ന കഴിവ് കൂടാതെ ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് എല്ലാ സമയവും ഉച്ചത്തിൽ പറയുന്ന വിശ്വസിക്കുന്ന മുസ്ലിമാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്. എന്നിട്ട് ഈ ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീകളെയും മുസ്ലിംകളെയും മുശ്രിക്കാക്കാൻ തുടങ്ങിയത് ആരാണ്? ഇവിടുത്തെ ഈ പുത്തൻ പ്രധാനക്കാർ അല്ലേ? അത്തൗഹീദ്. നിങ്ങൾ നോക്കൂ, ഇവിടുത്തെ മുജാഹിദിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് അത്തൗഹീദ്. അത്തൗഹീദ് ഏത് തൗഹീദ്? ഏത് തൗഹീദ്? അത്തൗഹീദ്. നമ്മൾ ഈ തൗഹീദല്ല. ഈ അത്തൗഹീദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് തന്നെ അല്ലാഹുവിന്റെ കഴിവിൽ പെട്ടതും സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ടതും രണ്ട് വിഭാഗമുണ്ട്. അതിൽ അള്ളാഹുവിന്റെ കഴിവിൽ മാത്രം പെട്ടത് അള്ളാഹുവിനോട് ചോദിക്കാം, അത് സൃഷ്ടികളോട് ചോദിച്ചാലും മുശ്രിക്കായി പോകും എന്ന് സമർത്ഥിക്കാനാണ് ഈ ഗ്രന്ഥം എഴുതിയത് എന്ന്. എങ്ങനെയുണ്ട് നിങ്ങൾ നോക്കൂ. അള്ളാഹുവിന്റെ കഴിവിൽപ്പെട്ടത്, മനുഷ്യന്റെ കഴിവിൽപ്പെട്ടത്, ഇങ്ങനെ രണ്ടു തരം വിഷയങ്ങളുണ്ട്. അതിൽ മനുഷ്യന്റെ കഴിവിൽപ്പെട്ടത് മനുഷ്യനോട് ചോദിക്കാം, അള്ളാഹുവിന്റെ കഴിവിൽ മാത്രമുള്ളത് അള്ളാഹുവിനോട് ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഗ്രന്ഥം തുടങ്ങുന്നത് തന്നെ. ഇതെത്ര വലിയ ബുദ്ധി ഇല്ലാത്ത വാക്കാണ്, എത്ര വലിയ അർത്ഥമാണ് എന്ന് നിങ്ങൾ നോക്കൂ. ഏതാണ് മനുഷ്യന്റെ കഴിവ്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മനുഷ്യന് ഒരു കഴിവും ഇല്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവിന്റെ കഴിവ് കൂടാതെ മനുഷ്യന് കഴിവ് ഇല്ല. അല്ലാഹു നൽകുന്ന കഴിവാണ് എല്ലാ കഴിവുകളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ റസൂലുള്ളാഹിനെ വളഞ്ഞു നിന്ന് മുശ്രിക്കുകളുടെ തലയിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് മണ്ണ് വാരി എറിഞ്ഞു. സാധാരണ ഒരു പണിയല്ലേ, കൈ കൊണ്ട് മണ്ണ് വാരി ഇങ്ങനെ എറിയലും. ഇതിനെ സംബന്ധിച്ച് അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, വമാ റമൈത ഇദ് റമൈത വലാകിൻ അല്ലാഹു റമാ. ഓ മുഹമ്മദ് നബിയേ, വമാ റമൈത, തങ്ങൾ എറിഞ്ഞിട്ടില്ല, ഇദ് റമൈത, തങ്ങൾ എറിഞ്ഞപ്പോൾ, വലാകിൻ അല്ലാഹു റമാ, അല്ലാഹു ആണ് എറിഞ്ഞത്. തങ്ങൾ എറിഞ്ഞപ്പോ തങ്ങൾ എറിഞ്ഞിട്ടില്ല, അല്ലാഹു എറിഞ്ഞത്. എന്താ ഇതിന്റെ അർത്ഥം? അല്ലാഹു തആല അങ്ങോട്ട് വന്ന് മണ്ണ് വാരി എറിഞ്ഞാണോ അർത്ഥം? അല്ല, ഇത് റമൈത, തങ്ങൾ എറിഞ്ഞപ്പോൾ എന്നാ പറയുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം ഈ മണ്ണ് വാരി എറിയാനുള്ള കൈ പറ്റത് അല്ലാഹു ആണ്, അതെറിയാനുള്ള ഹൃദയം അല്ലാഹുവാണ് തങ്ങൾക്ക് പടച്ചത്, അതറിയാനുള്ള ശക്തി തന്നത് അല്ലാഹു ആണ്. എറിഞ്ഞപ്പോൾ കുഫാറിന്റെ തലയിലെത്തിയത് അല്ലാഹുവിന്റെ കഴിവാണ്. എല്ലാം അല്ലാഹുവിന്റെ കഴിവാണ് എന്നല്ലേ അതിന്റെ അർത്ഥം?
അപ്പോൾ മണ്ണ് വാരി എറിയുന്ന അതും അല്ലാഹുവിന്റെ കഴിവ് കൊണ്ട് തന്നെ. ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു, എല്ലാം അല്ലാഹുവിന്റെ കഴിവാണ്, അല്ലാഹുവിന്റെ കഴിവാണ്. പക്ഷേ ആ കഴിവിൽ പരിധി വെക്കാൻ ഇവിടെ ആർക്കും അധികാരമില്ല കേട്ടോ. അല്ലാഹുവിന്റെ ഖുദ്റത്ത്, അതിൽ പരിധി നിശ്ചയിക്കാൻ ആർക്കും അധികാരമില്ല. ഐക്യരാഷ്ട്രസഭ ചേർന്നുകൊണ്ട് പാസാക്കുകയാണ് അല്ലാഹുവിന്റെ കഴിവ് ഇത്ര മാത്രമേ ആളുകൾക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്ന് തീരുമാനിക്കാൻ അധികാരമുണ്ടോ? ഇല്ല. ഇല്ലാത്തത് കൊണ്ടല്ലേ ഈസാ നബി അലൈഹിസ്സലാം തന്റെ ജനങ്ങളോട് പറഞ്ഞു, അന്നി അഖ്ലുഖു ലക്കും മിനത്തീനി കഹൈഅതി ത്വയ്ർ. കളിമണ്ണ് എടുത്ത് അതിനെ ഞാൻ നിങ്ങൾക്ക് അതിൽ നിന്ന് പക്ഷിയുടെ ആകൃതിയിൽ പടച്ചുണ്ടാക്കുകയും ഫഅൻഫഖു ഫീഹി, അതിൽ ഞാൻ ആത്മാവിനെ ഊതുകയും ചെയ്യും. ഫയകൂനു ത്വയ്റൻ, അപ്പോൾ അത് പക്ഷിയായി പറക്കും. പറക്കും എന്ന് പറഞ്ഞതല്ല, പറപ്പിച്ച് കാണിച്ചു കൊടുത്തു. കളിമണ്ണ് വാരി കുഴച്ചു, അത് പക്ഷിയുടെ ആകൃതിയാക്കി, അതിൽ ആത്മാവിനെ റൂഹിനെ ഇട്ടുകൊടുത്ത്, ജീവൻ ഇട്ടുകൊടുത്ത്, എന്നിട്ട് ആ പക്ഷിയെ പറപ്പിച്ച് കാണിച്ചു കൊടുത്തു. ഇത് ഈസാ നബി അലൈഹിസ്സലാം ചെയ്തതാണ്. പക്ഷേ ഇതിന്റെ ഒടുവിൽ ഈസാ നബി പറയുന്നു, ബിഇദ്നില്ലാഹ്, ഞാനിത് ചെയ്യുന്നത് അല്ലാഹുവിന്റെ സമ്മതപ്രകാരമാണ്, അല്ലാഹുവിന്റെ കഴിവ് പ്രകാരമാണ് എന്ന്. അപ്പോൾ അല്ലാഹു നൽകുന്ന കഴിവ് കൊണ്ട് ഒരു വസ്തുവിന് ജീവൻ കൊടുക്കാൻ സാധിക്കും. അന്നി അഖ്ലുഖു ലക്കും മിനത്തീനി കഹൈഅതി ത്വയ്ർ ഫഅൻഫഖു ഫീഹി ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ലാഹ് വഉബ്രിഉൽ അക്മഹ വൽ അബ്റസ. പ്രസവിക്കപ്പെടുമ്പോൾ കാഴ്ചയില്ലാതെ ജനിച്ച കുട്ടി, ആ കുട്ടിയുടെ കണ്ണിന് ഞാൻ സുഖം കൊടുത്ത് കാഴ്ച കൊടുക്കും. വൽ അബ്റസ, ശരീരമാസകലം വെള്ളപ്പാണ്ട് രോഗം പിടിച്ച വെള്ളപ്പാണ്ട് രോഗിയെ ഞാൻ സുഖപ്പെടുത്തി കൊടുക്കും, ഞാൻ സുഖപ്പെടുത്തി കൊടുക്കും. കണ്ണിന് കാഴ്ച ഞാൻ കൊടുക്കും. വഉഹ്യിൽ മൗത, മരിച്ചവരെ ഞാൻ ഹയാത്താക്കുകയും ചെയ്യും. ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ സമ്മതപ്രകാരം, അല്ലാഹു നൽകുന്ന കഴിവ് പ്രകാരം എന്ന് ഈസാ നബി അലൈഹിസ്സലാം തന്റെ ജനങ്ങളോട് വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു. വെല്ലുവിളിയുടെ സൂറത്തുൽ ഖാലത്തിൽ പറഞ്ഞു, ഞാൻ നബിയാണെന്ന് തെളിയിക്കാൻ, ഞാൻ റസൂലാണെന്ന് തെളിയിക്കാൻ ഞാൻ കൊണ്ടുവരുന്ന മുഅ്ജിസത്ത് അതാണ് ജീവൻ വിട്ടുകൊടുക്കുക, മരിച്ചവരെ ഹയാത്താക്കുക, രോഗം മാറ്റുക. പോരാ, നിങ്ങൾ ഭക്ഷിക്കുന്ന സാധനം, നിങ്ങൾ സൂക്ഷിച്ചു വെച്ച സാധനം, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്താണ് നിങ്ങൾ ഭക്ഷിച്ചു വന്നത്? എനിക്കിപ്പോൾ പറയാൻ കഴിയില്ലല്ലോ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഭക്ഷിച്ചത് എന്താണ്? അരിയാണോ, ഗോതമ്പമാണോ, മാംസമാണോ, മത്സ്യമാണോ? ഇതൊന്നും പറയാൻ കഴിയില്ല. ഈസാ നബി അലൈഹിസ്സലാം ഓരോരുത്തരോടും നീ ഭക്ഷിച്ച സാധനം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. നിന്റെ പട്ടിയിൽ എന്താണ് സൂക്ഷിച്ചു വെച്ചത് എന്ന് ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അദൃശ്യമായ, അഗോചരമായ, ഗൈബിയായ സംഭവങ്ങൾ ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുന്നു. ഇത് ഖുർആനാണ്. ഇതൊക്കെ അല്ലാഹുവിന്റെ സമ്മതപ്രകാരം, അല്ലാഹുവിന്റെ കഴിവ് പ്രകാരം, അല്ലാഹു നൽകുന്ന ശക്തി പ്രകാരം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശക്തി കൂടാതെ, അവൻ തരുന്ന കഴിവ് കൂടാതെ ഇവിടെ ചെറുതും വലുതുമായ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അല്ലാഹു നൽകുന്ന കഴിവുകൾ അതിൽ പരിധി വെക്കാൻ സാധ്യമല്ല. സൃഷ്ടിക്കുന്ന കഴിവ് വരെ അല്ലാഹു തആല കൊടുത്തു, ജീവനൊടുക്കുന്ന കഴിവ് വരെ അല്ലാഹു കൊടുത്തു. അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തായി വരുന്ന കാര്യം ഔലിയാക്കൾ കറാമത്തായി ഇവിടെ കാണിക്കുന്നു. അതാണ് ഗൗസുൽ ആലമിനെ സംബന്ധിച്ച് ജീവൻ മുടിച്ചോവർ രാഗം കിലേശത്തെ നന്നാക്കി വിട്ടോവർ. ഹിന്ദുഹിമാലയിൽ പറഞ്ഞത് വെറുതെയല്ല. ചത്തജടത്തിനോട് ജീവൻ എഴുതിയിട്ട് പോകാൻ പറഞ്ഞപ്പോൾ എഴുതിയിട്ട് പോകുന്നു, ജീവൻ ഇട്ട് കൊടുക്കുന്നു. കാരണം
അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔലിയാക്കൾക്ക് കൊടുക്കുന്ന കറാമത്താണ്. ലഇൻ സഅലനി ലഅഅതുഹും. അല്ലാഹു തആല തന്നെ വാഗ്ദത്തം ചെയ്തതാണ്, എന്റെ മഹാത്മാക്കളായ ഔലിയാക്കൾ ലഇൻ സഅലനി, എന്നോട് ചോദിച്ചാൽ ലഅഅതുഹു, ഞാനത് കൊടുക്കുക തന്നെ ചെയ്യും. വലഇൻ ഇസ്തആദനി, എന്നോട് കാവൽ ചോദിച്ചാൽ ലഉരീദന്നഹു, ഞാൻ കാക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു തആല വാഗ്ദത്തം ചെയ്തതാണ്. അതനുസരിച്ച് അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അല്ലാഹുവിന്റെ അടിമകൾ അല്ലാഹുവിനോട് ചോദിക്കുന്നത് അവൻ കൊടുക്കുകയാണ്. ഇന്ന മിൻ ഇബാദില്ലാഹി മൻ ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹു. അല്ലാഹുവിന്റെ അടിമകളിൽ ചിലരുണ്ട് അല്ലാഹു തആലയോട് സത്യം ചെയ്ത് ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു അത് നടപ്പിൽ വരുത്തും. ഇപ്പോൾ മഴ വേണമെന്ന് പറഞ്ഞാൽ അല്ലാഹു മഴ വർഷിപ്പിച്ചു കൊടുക്കും. മഴ വേണ്ടെന്ന് പറഞ്ഞാൽ അത് അല്ലാഹു തആല നിർത്തിക്കൊടുക്കും. അങ്ങനെ അല്ലാഹുവിന്റെ അടിമകളിൽ ഉന്നതരായ വ്യക്തികൾക്ക് അല്ലാഹു തആല ചെയ്തു കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.